ക്രിസ്മസ് ആഘോഷങ്ങളെപ്പോലും കടന്നാക്രമിക്കുന്ന അവസ്ഥ നമ്മെയാകെ അസ്വസ്ഥരാക്കുകയാണ്. സംഘപരിവാർ ശക്തികളാണ് എല്ലാ ആക്രമണങ്ങൾക്കും പിന്നിൽ. ചില കാര്യങ്ങളെല്ലാം നടക്കും, ചില വട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ചിലർ തെറ്റെല്ലാം ചെയ്യും. അതെല്ലാം ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിവെക്കുന്ന ഒരു പോളിറ്റിക്സ് ചെയ്യുന്നത് കോൺഗ്രസും CPM അല്ലേ? നമസ്കാരം. സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് നമ്മൾ. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാത്രം രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് പുറത്തുവന്ന വാർത്തകൾ അങ്ങേയറ്റം ആശങ്കയോടെ നമ്മൾ കാണേണ്ടതാണ്. ക്രിസ്മസ് ആഘോഷങ്ങളെ വ്യാപകമായി തടസ്സപ്പെടുത്തുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്ന സംഘപരിവാർ സംഘടനകളുടെ അങ്ങേയറ്റം നീചമായ പ്രവൃത്തികൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിലും ഇത് സംഭവിച്ചു. കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലെ ഇക്കുറിയും പാലക്കാട്ട് നിന്ന് അസഹിഷ്ണുത വാർത്ത വന്നു. കാരളിനിറങ്ങിയ കുട്ടികൾക്ക് നേരെയായിരുന്നു അക്രമം. ഇതിനിടെ ഇന്ന് പ്രധാനമന്ത്രി പള്ളിയിലെത്തി പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ പ്രാർത്ഥനകൾ, വിരുന്ന്. ഒരു ഭാഗത്ത് കേക്ക്, മറുഭാഗത്ത് വിരുന്ന്, നയതന്ത്രം. ക്രൈസ്തവ വേട്ട മറ്റൊരു ഭാഗത്തും. നമ്മൾ ഈ വിഷയം വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. അറുതിയില്ലേ ക്രൈസ്തവ വേട്ടയ്ക്ക്? സ്വാഗതം. ഇന്ന് നമ്മളുടെ പാനലിൽ ഉള്ളവർ ഡോക്ടർ VPP മുസ്തഫ, CPIM പ്രതിനിധി, അഡ്വക്കേറ്റ് VR അനൂപ്, കോൺഗ്രസ് പ്രതിനിധി, ശ്രീ VS ജിതിൻ ദേവ്, BJP പ്രതിനിധി, ഒപ്പം ഫാദർ ടോം ഓലിക്കരോട്ട്, സീറോ മലബാർ സഭ വക്താവ്. ഞാൻ ആദ്യം ഫാദർ ടോമിലേക്കാണ് പോകുന്നത്. ഫാദർ ടോം ഓലിക്കരോട്ട്, ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മാത്രം രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ ഉണ്ടായ അക്രമ സംഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അത് പലയിടങ്ങളിലും നിന്ന് വരുന്ന വാർത്തകൾ ഏറ്റവും അധികം നമ്മെ ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം സാന്റക്ലോസിൻ്റെ മുഖം മൂടി വിൽക്കുന്ന ആളുകളെ ഓടിച്ചു വിടുന്നു. സാന്റക്ലോസിനെ കാണേണ്ടതില്ല എന്ന് പറയുകയാണ്. അതുപോലും സഹിക്കാൻ പറ്റുന്ന തരത്തിലേക്കല്ല കാര്യങ്ങൾ. അതുപോലെ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അത് തടസ്സപ്പെടുത്താൻ പ്രത്യേകിച്ച് ചില സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നീക്കങ്ങൾ. ഇനി കേരളത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം പാലക്കാട്ടുണ്ടായ സംഭവം. ഒരു കാരൾ സംഘമാണ്, അത് കുട്ടികളുടെ സംഘമാണ്. 16 വയസ്സാണ് ആ സംഘത്തിലുള്ള ഏറ്റവും മുതിർന്ന കുട്ടിയുടെ പ്രായം. പിന്നീട് അങ്ങോട്ട് താഴേക്കാണ് പ്രായം. തീരെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു സംഘം ആ കുട്ടികൾക്ക് നേരെ അക്രമം നടത്തുന്നു. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ കേട്ടതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണം, കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ ആക്രമണം, ഇതെല്ലാം കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ക്രിസ്മസിനോടും അസഹിഷ്ണുത തുടങ്ങിയിട്ടുണ്ടോ? ഫാദർ ടോം. ആദ്യമായിട്ട് നമ്മൾ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ക്രിസ്മസിൻ്റെ ആശംസയും ഒക്കെ പങ്കുവയ്ക്കുന്ന ദിവസമാണല്ലോ. ഈ മാധ്യമത്തിലൂടെ കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു. നമ്മൾ ക്രൈസ്തവ സമൂഹത്തിനെതിരായിട്ട് ലോകമെങ്ങും പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ വളരെ ബഹുസ്വരതയുടെ ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭൂരിപക്ഷ പ്രദേശങ്ങളിലും ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സമാധാനപരമായി ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മതത്തിൻ്റെയോ ജാതിൻ്റെയോ വേർതിരിവുകളില്ലാതെ, ഭാഷയുടെ അതിരുവുകളില്ലാതെ ക്രിസ്മസ് ആഘോഷിച്ചു. പരസ്പരം സമ്മാനങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ്. ആ യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലുള്ളപ്പോഴും ചിലയിടങ്ങളിൽ നിന്ന് അസഹിഷ്ണുതയുടെ പ്രകടനങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊരു ഭാരതത്തിൻ്റെ പൊതുവായൊരു വികാരം എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഒറ്റപ്പെട്ടത് എന്നാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെ പൊതുവായി നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ആദ്യമേ എനിക്ക് പറയാനുള്ള ആശങ്ക എന്ന് പറയുന്നത്, ഈ ഒറ്റപ്പെട്ടതെന്ന് നമ്മൾ പറയുന്ന ആക്രമണങ്ങളുടെ ഫ്രീക്വൻസി അത് വർദ്ധിച്ചു വരുന്നു, ഇടവേളകൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് അതിനെ ഒറ്റപ്പെട്ടതല്ലാതാക്കി മാറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാ മതസ്ഥരും അവരവരുടേതായിട്ടുള്ള മതാനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടത്തും. നമ്മളെല്ലാവരും ചേർന്ന് ദീപാവലി ആഘോഷിക്കും, ഓണം ആഘോഷിക്കും, റംസാനും ബക്രീദിലും ആശംസകൾ കൈമാറും. ഇവിടെയൊന്നും നമ്മളാരും പൊതുവെ അസഹിഷ്ണുക്കളായിട്ട് കാണാറില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കാണുകയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ അസഹിഷ്ണുത പെരുകി വരുന്നു. കരോൾ സംഘങ്ങൾക്ക് നേരെ അസഹിഷ്ണുത, കരോൾ ഗാനങ്ങൾ ചിലരെ അസഹ്യപ്പെടുത്തുന്നു.
സാന്റാക്ലോസിൻ്റെ വേഷവിധാനങ്ങൾ ചിലരെ അസഹ്യപ്പെടുത്തുന്നു. ഇന്ത്യ അവരുടേത് മാത്രമാണ്, അവരുടേത് മാത്രമാവണമെന്ന് ചില ആളുകൾക്ക് ഒരു ദുർവാശി പെരുകി വരികയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ പെരുകി വരുന്ന ഈ ഒരു അസഹിഷ്ണുതയെ, ഇന്ത്യയെ ചില ആളുകൾ അവരുടെ മാത്രമാക്കി മാറ്റാനുള്ള ശ്രമത്തെ, ഇതിൻ്റെ ബഹുസ്വരമായ സംസ്കാരത്തെ ഒരു ഏകശിലാരൂപമായിട്ടുള്ള സംസ്കാരമായിട്ട് അപനിർമ്മിക്കാൻ ആരെങ്കിലുമൊക്കെ ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങളെ നമ്മൾ ശക്തമായി അപലപിക്കുകയും, ഇന്ത്യ അങ്ങനെ ഒരു ഏകശിലാരൂപമായ സംസ്കാരമില്ല, ഇത് നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമായിട്ട് ബഹുസ്വരമായി എല്ലാവരും ചേർന്ന് പല ജാതിയും പല ഭാഷയും പല സംസ്കാരങ്ങളും ഇഴചേർന്ന് വളർത്തിയെടുത്ത കെട്ടിപ്പടുത്ത ഒരു മഹത്തായ സംസ്കാരമാണ്. അതിനെ ചിലർ തങ്ങളുടെ മാത്രമാക്കി മാറ്റാനുള്ള ഒരു ശ്രമങ്ങളെയും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ നമ്മുടെ പ്രതിഷേധവും, ഇത് ജനാധിപത്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് എന്ന് നമ്മളിവിടെ പറയാനും ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ വർഷം രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ, ഛത്തീസ്ഗഡിൽ, അതുപോലെ തന്നെ നമ്മൾ പലയിടങ്ങളിൽ ഇങ്ങനെയുള്ള, ബാംഗ്ലൂരിൽ ഇങ്ങനെയുള്ള അസഹിഷ്ണുതകൾ നമ്മൾ കാണുന്നുണ്ട്. കേരളത്തെ പൊതുവെ നമ്മൾ മതസൗഹാർദ്ദം വളരെ ശക്തമായി പാലിക്കപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കുന്ന സ്ഥലമാണ്. പാലക്കാട് പോലും കുട്ടികളുടെ കരോത്സംഘങ്ങൾക്ക് നേരെയുള്ള അസഹിഷ്ണുത നമ്മൾ കാണുകയുണ്ടായി. ഇതൊക്കെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടതും അതിനെതിരെ ജനാധിപത്യ ബോധത്തോടെ നമ്മൾ പ്രതികരിക്കേണ്ടതുമുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രതിഷേധങ്ങളിലൊക്കെ, തെരുവിൽ നടത്തുന്ന പ്രതിഷേധങ്ങൾ, ആക്രോശങ്ങൾ, ഇതിനപ്പുറത്തേക്ക് കടന്ന് അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ തീവ്രത വളരെ അപകടകരമായ വിധം പെരുകുന്ന ഒരു കാഴ്ച ഛത്തീസ്ഗഡിൽ ഒരു സ്ഥലത്ത് ഒരു ആരാധനാലയത്തിലേക്ക് ഉള്ളിൽ കടന്നിട്ട് അവിടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരു ക്രൈസ്തവ സ്ത്രീയോട് വിശ്വാസത്തെക്കുറിച്ച് വളരെ ആക്ഷേപാർഹമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ബാംഗ്ലൂരിൽ ഒരു പാസ്റ്ററുടെ, പെന്തക്കോസ്റ്റൽ വിഭാഗത്തിൽപ്പെട്ട ഒരു പാസ്റ്ററുടെ പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് ഒരാൾ കടന്നു എന്ന് വിശ്വാസത്തെക്കുറിച്ച് ആക്ഷേപിച്ച് ചോദിക്കുന്നു. ഇതൊക്കെ വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആക്ഷേപിച്ച് ചോദിക്കാൻ ശ്രമിച്ചാൽ ഏത് മതത്തെയാണ് നമുക്ക് ആക്ഷേപിക്കാൻ ഇല്ലാതെ വരുന്നത്? അപ്പോൾ അവിടെ ഒരു മാന്യമായ അതിർവരമ്പുകളും പരസ്പര ബഹുമാനവും കാണിക്കുക എന്നുള്ളത് വിവേകമുള്ള ഒരു തലമുറയുടെ ലക്ഷണം കൂടിയാണ്. ഓരോ മതത്തെയും അവരുടെ വിശ്വാസത്തെയും അവരവരുടെ ആചാരങ്ങളെയും ബഹുമാനിക്കാതെ പുച്ഛിക്കാനും അതിനെ അധിക്ഷേപിച്ച് സംസാരിക്കാനും ചോദ്യം ചെയ്യാനും തുടങ്ങിയാൽ എല്ലാ മതങ്ങളെയും അങ്ങനെ ഡീകോഡ് ചെയ്യാൻ നമുക്കൊക്കെയും സാധിക്കുമെന്നുള്ളതാണ് തിരിച്ചറിയേണ്ട കാര്യം. ഏത് മതമാണ് യുക്തിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മനസ്സിലാകാത്ത പോലെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്? അതുകൊണ്ട് ഇത്തരം അപകടകരമായ പ്രവണതകൾ പെരുകി വരുന്നു. ഒരു മതത്തിൻ്റെ, ക്രൈസ്തവരുടെ ആരാധനാലയത്തിൻ്റെ ഉള്ളിൽ കടക്കുന്നു. അതിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്നിട്ട് മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ചില പ്രാർത്ഥനാ ശകലങ്ങൾ ഉറക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം രാജ്യം കടന്നു പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ, വളരെ അപകടകരമായ കാര്യം, ചില നേതാക്കന്മാരുടെ വിവേകമില്ലാത്ത പ്രസ്താവനകളും ആഹ്വാനങ്ങളും കൊണ്ടാണ് അണികൾ ഇങ്ങനെ തീവ്ര ചിന്തയുള്ളവരായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ തിരുത്തേണ്ടത് ഇത്തരക്കാരായിട്ടുള്ള നേതാക്കന്മാരെയാണ്. ക്രിസ്തുമസിനെ ആഘോഷങ്ങളെ നിയന്ത്രിക്കപ്പെടണം, ഇവിടെ ആരും ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല തുടങ്ങിയ തരത്തിലുള്ള വളരെ അപകടകരമായിട്ടുള്ള പ്രസ്താവനകൾ ചില നേതാക്കന്മാർ നടത്തുകയും അണികൾ ചിന്താശേഷിയില്ലാതെ അത് ഏറ്റെടുക്കുകയും അത് വിദ്വേഷകരമായ ഒരു ഇതര മത വിദ്വേഷത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രകടനമായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരക്കാരായിട്ടുള്ള നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ ഭരണകൂടങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സത്വരമായിട്ടുള്ള ഒരു ശ്രദ്ധയും ഒരു ഇച്ഛാശക്തിയും കാണിച്ചില്ലെങ്കിൽ ഈ രാജ്യം ഇത്രയും നാൾ കൊണ്ട് കെട്ടിപ്പടുത്ത മഹത്തായ മതേതര സംസ്കാരത്തിന്, ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, 1947 ഇന്ത്യയുടെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ടായിരുന്നല്ലോ. അതൊന്നുകിൽ ഒരു മതരാഷ്ട്രമായിട്ട് പാകിസ്ഥാനെ പോലെ ആവാം എന്നുള്ളതായിരുന്നു. നമ്മൾ തിരഞ്ഞെടുത്തത് ഒരു സോവറന്റ് സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആകുമെന്നതിൻ്റെ പ്രയാമ്പിളിൽ ഭരണഘടനാ ശില്പികൾ എഴുതി വെച്ചപ്പോൾ അത്തരമൊരു മതരാഷ്ട്രത്തിൻ്റെ അതിരുകളിലേക്ക് വഴുതി വീഴാനുള്ള സകല പ്രലോഭനങ്ങളെയും ഈ നാട് ഒരുമിച്ച്, ഇതിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും ഭരണഘടനാ ശില്പികളും ഒരുമിച്ച് ചെറുത്തു തോൽപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഭാരതത്തിൻ്റെ ഒരു പുകൾപ്പെട്ട ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ വീണ്ടും ഇതിനെ മതരാഷ്ട്രത്തിൻ്റെ ഒരു വിളിമ്പിലേക്ക് തള്ളിവിടാൻ ആരെങ്കിലും ബോധപൂർവം ശ്രമിക്കുന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അത്തരക്കാരുടെ ശ്രമങ്ങളെയും അതിനാഹ്വാനം ചെയ്യുന്ന നേതാക്കന്മാരുടെ വിഷലിപ്തമായ തലകളെയും നിയന്ത്രിക്കാനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇച്ഛാശക്തി ഭരണകൂടം, രാഷ്ട്രീയ നേതൃത്വം കാണിക്കണമെന്നുള്ളതാണ് ആദ്യമായിട്ട് ഇവിടെ പറയാനുള്ളത്. അതാണ് ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ VS ജിതിൻ ദേവ്, ഇതിപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കന്യാസ്ത്രീകൾക്ക് നേരെ, വൈദികർക്ക് നേരെ ഒക്കെ ഉണ്ടായ അതിക്രമം അതെല്ലാം നമ്മൾ കണ്ടതാണ്. അവരെ ജയിലിലടയ്ക്കുന്നു, അതിന് മതപരിവർത്തനം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായി ഈ ക്രിസ്മസ് ആഘോഷത്തിന് നേരെയാണ്. എന്തൊരു അസഹിഷ്ണുതയാണ് ശ്രീ ജിതിൻ ദേവ്, എന്തിനാണ് ഈ ക്രിസ്മസിനോട് പോലും ഇത്ര അസഹിഷ്ണുത എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ, ഫാദർ പറഞ്ഞതുപോലെ പലയിടങ്ങളിൽ നിന്നും, അത് ഉത്തരേന്ത്യയിൽ BJP സർക്കാരുകളുള്ള ഇടത്തു നിന്നാണ് ഇത്തരത്തിലേക്ക് സാന്റാക്ലോസ് വേണ്ട എന്ന് പറയുന്നു. അതുപോലെ ഹനുമാൻ ചാലിസ ചൊല്ലുകയാണ്, കാരൾ ചൊല്ലുന്ന ഇടത്ത് ചെന്നുകൊണ്ട് ഹനുമാൻ ചാലിസ ചൊല്ലുന്നു. കൂടാതെ ആക്രമിക്കുകയാണ്, കാരൾ നടത്തുന്നവരെ ആക്രമിക്കുന്നു. അത് നിർഭാഗ്യവശാൽ കേരളത്തിൽ നിന്നും അത്തരം വാർത്ത കേൾക്കുകയാണ്. ഇനി കഴിഞ്ഞ വർഷം പാലക്കാട്ടുണ്ടായ താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, നല്ലേപ്പള്ളി GUP സ്കൂളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ തകർക്കുന്ന സാഹചര്യം അതെല്ലാം ഉണ്ടായി. ഇക്കുറി സംഭവിച്ചിരിക്കുന്നത് എന്താണ്? കാരളിന് ഇറങ്ങിയ ഏതാനും കൊച്ചു കുട്ടികളാണ്. ഈ ക്രിസ്മസ് കാരളിന് ഇറങ്ങുന്നത് എല്ലാവരും ഇറങ്ങും, അതിൽ ഒരു ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഇറങ്ങുന്ന, നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ, എല്ലാം ആഘോഷിക്കുന്ന ഒരു സമൂഹം കൂടിയാണ് നമ്മുടേത്. അവിടെയാണ് ആ കൊച്ചു കുട്ടികളെ ആക്രമിക്കുന്നു ഒരു സംഘപരിവാർ പ്രവർത്തകൻ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് എവിടെ വരെ ചെന്നെത്തി നിൽക്കുന്നു? എത്രത്തോളം അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം ചെന്നെത്തി നിൽക്കുന്നതെന്നൊരു ചോദ്യം, അതിനുള്ള മറുപടി എന്താണ് ജിതിൻ ദേവ്? അനുജ, ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് നിശ്ചിതമായി വിമർശിക്കപ്പെടേണ്ടുന്നതും നിയമപരമായി നടപടി സ്വീകരിക്കേണ്ടതുമാണ്. അതിനകത്ത് രാഷ്ട്രീയം കലർത്തുകയോ ഞാൻ പറയട്ടെ, അല്ല, താങ്കൾ ആദ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഒറ്റപ്പെട്ട എന്ന വാക്ക് ഉപയോഗിച്ചതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും മുഴുവൻ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇങ്ങനെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങ് കരുതുന്നുണ്ട്? ഇല്ല, മുഴുവൻ സംസ്ഥാനങ്ങളിലും. ഏതാണല്ലോ ഞാൻ പറഞ്ഞത്, ഈ ഉത്തരേന്ത്യയിൽ പലയിടത്തുമുണ്ട്. ഞാൻ അങ്ങയുടെ ഇൻട്രോയിലൊന്നും ഞാൻ അങ്ങയുടെ രാജ്യവ്യാപകമായി ക്രിസ്മസ് നിരോധിച്ചിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ? അല്ല, ഇനി അതാണോ വേണ്ടത്? ഇന്ന് പ്രധാനമന്ത്രി എവിടെയാണ് പോയത്? ഇന്ന് CNA ചർച്ചിൽ അദ്ദേഹം പങ്കെടുത്തത് അങ്ങ് കണ്ടില്ലേ? പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്ന അങ്ങ് കാണുന്നില്ല? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ഭാഗത്ത് പള്ളികളിൽ പോയി അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, നയതന്ത്രം, കേക്ക് നയതന്ത്രം, വിരുന്ന്, ഇതെല്ലാം ഒരുക്കുകയാണ്. എന്റെ സംശയം അത് തന്നെയാണ്. ഒരു ഭാഗത്ത് പള്ളികളിൽ പോയി പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. അതെ, എന്റെ സംശയം അതാണ്. അപ്പോൾ മറുഭാഗത്ത് നടക്കുന്നതിന്റെ കണക്കുകളൊക്കെ നമ്മുടെ പക്കൽ ഉണ്ടല്ലോ ജിതിൻ ദേവ്, താങ്കൾക്കും ആ കണക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ സംസാരിച്ചു തുടങ്ങി 5ാമത്തെ സെക്കൻഡിൽ അങ്ങ് ഇടപെടുകയാണ്. ഇതെന്തൊരു അസഹിഷ്ണുതയാണ്? പറഞ്ഞോളൂ. ഇത് അസഹിഷ്ണുതയില്ലേ? ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ ഒരു 2 മിനിറ്റ് അയാളെ കേൾക്കാൻ തയ്യാറാകുക, അതിനുശേഷം അങ്ങേക്ക് ഉപചോദ്യങ്ങളുണ്ട്, അങ്ങ് ചോദിക്കുക. അല്ല, ഞാൻ ഈ ഒറ്റപ്പെട്ട എന്നുള്ള വാക്ക് താങ്കൾ ഉപയോഗിച്ചതുകൊണ്ടാണ് ഞാൻ അവിടെ താങ്കൾ അത് അങ്ങനെയാണോ പറയുന്നതെന്ന് സംശയം ഞാൻ ചോദിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അങ്ങ് ഞാൻ പറയട്ടെ, മാധ്യമപ്രവർത്തകർ വടക്കുനോക്കി യന്ത്രങ്ങളായി മാറുന്നു. അങ്ങ് പാലക്കാടിനെ കോട്ട് ചെയ്തു. ഇന്നലെ കരിമുളയ്ക്കലുണ്ടായ സംഭവം എന്താ അങ്ങ് കോട്ട് ചെയ്യാത്തത്? CPM-ന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലല്ലേ കരിമുളയ്ക്കല്? അങ്ങ് കൊച്ചുകുട്ടികളുടെ കാര്യം പറഞ്ഞു, കൈക്കുഞ്ഞുങ്ങളല്ലേ എടുത്ത് നിരത്തെറിഞ്ഞത്? എന്താ അങ്ങ് കാണാത്തത്? ഇപ്പൊ CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രതി അത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അത് വേണ്ടത് വെക്കാം. പക്ഷെ അങ്ങ് കാണേണ്ടതല്ലേ? അങ്ങ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയല്ലേ? എന്തുകൊണ്ട് ആലപ്പുഴയിലെ കരിമുളയ്ക്കൽ നടന്ന അത്ര ക്രൂരമായിട്ടുള്ള 10-30ഓളം അക്രമ സംഘം, ശരത് ലാൽ, പേരുകൾ ഞാൻ പറഞ്ഞുതരാം, ശരത് ലാല്, ശ്യാംലാല്, അവിടെ മത്സരിച്ച CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ മകൻ അഖില്, ഇവരെല്ലാം കൂടെ ചേർന്നിട്ടല്ലേ ഇന്നലെ വളരെ നമ്മൾ ഈ അക്രമത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല. അത് 2 കാരൾ സംഘങ്ങൾ പിരിഞ്ഞു പോയ 2 സംഘങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയ തല്ലാണ്. നമ്മൾ അതിന്റെയൊക്കെ വാർത്ത വളരെ വിശദമായി തന്നെ നൽകിയതാണ്. അതിനെ നമ്മൾ അനുകൂലിക്കുന്നുമില്ല. നമുക്കത് ചോദിക്കാം. CPM-ന്റെ പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് ചോദിക്കാം. അതൊരു കാരൾ സംഘത്തെ വന്ന് തടഞ്ഞ് ആ തരത്തിലേക്കുള്ള ഒരു അക്രമമായിരുന്നില്ല. പക്ഷെ അക്രമത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ നമ്മളില്ല. CPM-ന്റെ നേതാക്കന്മാർക്ക് എന്താണ് കാര്യം അനുജ? അതിനെ ന്യായീകരിക്കുക. അപ്പൊ അങ്ങ് അതും പറയണം, ന്യായീകരിച്ചിട്ട് അങ്ങ് അതും പറയാൻ തയ്യാറാകണം. അപ്പൊ ഇവിടെ സംഘപരിവാർ പ്രവർത്തകർ എന്നുള്ള ഒരു നറേറ്റീവിനെ സൃഷ്ടിക്കാൻ അങ്ങ് ശ്രമിക്കുമ്പോൾ അങ്ങ് ഇതും കൂടെ ചേർത്ത് വായിക്കാൻ അങ്ങ് തയ്യാറാകണം. നോക്കൂ, ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ശക്തമായി തിരുത്തപ്പെടേണ്ട സംഭവങ്ങൾ.
നിയമപരമായി നടപടി സ്വീകരിക്കേണ്ട സംഭവങ്ങൾ. ആക്രമിക്കപ്പെടാൻ പാടില്ല. ലോകം മുഴുവൻ ക്രൈസ്തവ വേട്ട നടക്കുകയാണ്. ഇന്ന് ജർമ്മനിയിലെയും ഫ്രാൻസിലെയും ക്രൈസ്തവ സഹോദരന്മാർക്ക് അവർക്ക് ക്രിസ്മസ് റാലി നടത്താൻ സാധിക്കുന്നില്ല. എന്താ കാര്യം? തീവ്രവാദ ആക്രമണം ഭയന്ന അതാത് ഭരണകൂടങ്ങൾ ഈ ക്രിസ്മസ് റാലികൾ വേണ്ടെന്ന് വെക്കുന്നു. ക്രൈസ്തവ സമൂഹം ലോകം മുഴുവൻ വേട്ടയാടപ്പെടുന്നുണ്ട്. അപ്പോ അത്രത്തോളം വേട്ടയാടപ്പെടൽ അല്ലെങ്കിൽ അതേപോലുള്ള വേട്ടയാടപ്പെടൽ ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല. ഇന്ത്യയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾക്കെതിരെ ഛത്തീസ്ഗഡില് എന്താ പറയാ കന്യാസ്ത്രീകൾ അല്ല, എന്റെ അനുവാദമില്ല. ഞാൻ പറഞ്ഞിട്ട് അങ്ങ് ചോദിച്ചോളൂ. അല്ല, ഇത് ഒരു കാര്യം താങ്കൾ പറയുന്നതിനെ അത് ആ സമയത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യം ആയതുകൊണ്ടാണ് ജിതിൻ ദേവ്. അല്ല, ചോദിച്ചോളൂ. ഞാൻ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ല, പിന്നെ മറന്നു പോകും എല്ലാം കുറെ ആവുമ്പോ. അതാ ഞാൻ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങ് ചോദിച്ചോളൂ. അങ്ങയുടെ ചോദ്യം എന്തിനങ്ങനെ മറക്കരുത്. അവിടെ എഴുതി വെക്കൂ. ആ PCR ടീമിനോട് എഴുതി കാണിക്കാൻ പറയും. ഞാൻ പറയട്ടെ. അല്ല, താങ്കൾ പറയുന്ന പോയിന്റ് ആണ്. എനിക്കത് അപ്പോൾ ഒരു സംശയം വരുന്നതാണ്. എന്നാ അങ്ങ് ചോദിക്കും, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ അതായത് ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് ലോകം മുഴുവൻ ഇത്തരത്തിൽ ക്രൈസ്തവ വേട്ട നടക്കുന്നുണ്ടെന്ന് താങ്കൾ പറയുന്നു. ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ ഇന്ത്യ എന്താണ്, എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നിന്നും? താങ്കൾക്ക് ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നമ്മളൊരു സെക്യുലറിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അവിടെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ്. ഇപ്പോൾ ഞാൻ ഒരു കണക്ക് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്ക് പ്രകാരം 2025 നവംബർ വരെ മാത്രം രാജ്യത്ത് 706 അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നിട്ടുള്ള സംസ്ഥാനങ്ങളുടെ കണക്ക് കൂടി എൻ്റെ പക്കലുണ്ട്. ഉത്തർപ്രദേശ് 184, ഛത്തീസ്ഗഡ് 157. അതൊക്കെ ഈ വർഷം നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടുള്ള അക്രമം ഉൾപ്പെടെയുണ്ട്. അതിലേക്കാണ് ഈ ക്രിസ്മസ് ആഘോഷം നടത്തുന്നവർക്ക് നേരെ ഉള്ള അതിക്രമം കൂടി കണക്കായി മാറാൻ പോകുന്നത് എന്നുള്ളിടത്താണ് നമ്മൾ എന്തിനാണ് ഈ തരത്തിലേക്ക് ഒരു അസഹിഷ്ണുത കാണിക്കുന്നത്? ഇതെല്ലാവരും നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് ആഘോഷിക്കുന്ന ഒന്നാണല്ലോ ക്രിസ്മസ്. ഇവിടെ നമ്മൾ എന്തിനാണ് അതിനോടൊരു അസഹിഷ്ണുത കാണിക്കുന്നതെന്ന ചോദ്യം ഞാൻ ഉന്നയിക്കുന്നത് അവിടെയാണ്. ശ്രീ ജിതിൻ ദേവ്. അനുജ, അങ്ങൊരു കണക്ക് വാങ്ങിച്ചു. 2009 377 ആക്രമണങ്ങൾ. BJP അല്ല ഭരിച്ചത്. 2010 387, 2011-13 467, 2014 അതായത് നരേന്ദ്രമോദി 2014 മോഡി അധികാരത്തിൽ വരുന്നത് 524. അങ്ങ് വായിച്ചതുപോലുള്ള ഒരു കണക്കാണ് ഞാനും വായിക്കുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഈ രാജ്യത്ത് ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളതും ഇതേപോലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളതും സ്വാഭാവികമായിട്ടും 500% വർധനയാണ് ശ്രീ ജിതിൻ ദേവ് 2014 നിന്ന് 2024 ആകുമ്പോഴേക്കും ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഇത് അനുജ? ഇത് ഒരാൾ സംസാരിക്കണ്ടേ അനുജ? നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയത് എങ്ങനെ ഒരു ചർച്ചയായി മാറും? ഇതൊരു ഡിബേറ്റ് അല്ലേ? ഞാൻ എണീറ്റ് പോകുന്നില്ലല്ലോ. 1 മണിക്കൂർ ഇരിപ്പില്ലേ? നിങ്ങൾക്ക് എന്നെ എത്ര വേണം ചോദ്യങ്ങൾ ചോദിച്ചുകൂടെ? ഒരു കാര്യം പറയട്ടെന്ന്. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. നരേന്ദ്രമോദി സർക്കാർ, കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ഈ നാട്ടിലെ മതന്യൂനപക്ഷ സമൂഹത്തിന്റെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ക്രൈസ്തവ സമൂഹമായാലും മുസ്ലിം സമുദായമായാലും ഏത് സമൂഹമായാലും അവരുടെ എല്ലാം അവകാശങ്ങൾ, അവർക്ക് ആരാധന സ്വാതന്ത്ര്യം ഉണ്ടാകണം. അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടാൻ പാടില്ല, ഹനിക്കപ്പെടാൻ പാടില്ല. ഏതെങ്കിലും തരത്തിലുള്ള, ഇന്ന് ഞങ്ങളുടെ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോയാൽ, ഇത്തരത്തിലുള്ള വട്ടുകൾ കാണിച്ചാൽ ആ വട്ടുകളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതിൽ BJP പ്രവർത്തകരുണ്ടെങ്കിൽ അത് ചോദിക്കും. BJPയുടെ നിലപാട് ഇതല്ല. ഞങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്കെതിരല്ല. പിന്നെ അങ്ങനോട് ചോദിച്ചു, അങ്ങും ഒരു സെക്യുലറിസ്റ്റ് അല്ലേ? ഞാൻ സെക്യുലറിസ്റ്റ് ആണ്. പക്ഷേ ഞാൻ സെലക്റ്റീവ് സെക്യുലറിസം എൻ്റെ ഭാഗമല്ല. മതന്യൂനപക്ഷങ്ങളെ എല്ലാവരെയും ഒരേ കണ്ണൂടാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ആരോടും ഞങ്ങൾക്ക് പ്രീണനമില്ല. എല്ലാവരെയും ഒരേ ദിശയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നോക്കൂ, അതിൻ്റെ ഭാഗമാണ് 30 വർഷമായി. ഞാൻ ഒരു സംഭവം മാത്രം അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 30 വർഷമാണ് ശ്രീനഗറിലെ സെന്റ് ലൂക്സ് പള്ളി അടഞ്ഞു കിടന്നത്. എന്താ അടഞ്ഞു കിടന്നതിൻ്റെ കാര്യം? അവിടെ ഈ പറഞ്ഞതുപോലെ അങ്ങ് സൂചിപ്പിക്കുന്ന പോലെ സംഘപരിവാർ പ്രവർത്തകരുടെ ഭീഷണി കൊണ്ടാണോ? അല്ല. 30 വർഷം അടഞ്ഞു കിടന്ന പള്ളി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ 2021 നരേന്ദ്രമോദി വേണ്ടി വന്നു. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. നോക്കൂ, ധാരാളം ക്രൈസ്തവ സഹോദരങ്ങൾ താമസിക്കുന്ന മേഘാലയ, നാഗാലാൻഡ്, ഗോവ, ഇവിടെയൊക്കെ ആരാണ് ഭരിക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇതെല്ലാം പറയുമ്പോഴും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ചില വിഷയങ്ങൾ, അങ്ങയുടെ ഭാഷയെ പറഞ്ഞ ഒറ്റപ്പെട്ടതല്ല, ധാരാളം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനെയെല്ലാം നിയമപരമായി നേരിടേണ്ടത് തന്നെയാണ്. ഒരാളെ പോലും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിനൊപ്പമാണ്. അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ആ സമൂഹത്തൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങൾ ബിഷപ്പുമാരെ നികൃഷ്ടജീവി എന്ന് വിളിക്കാറില്ല.
ഞങ്ങൾ അത്തരത്തിലുള്ള നിലപാടുകളുമായി മുമ്പോട്ട് പോകുന്നില്ല. ഒരാളുടെയും എന്താ പറയുക ആരാധന സ്വാതന്ത്ര്യത്തിലോ അവരുടെ മതപരമായ അവകാശങ്ങളിലോ കൈകടത്താൻ ഭാരതീയ ജനതാ പാർട്ടിയോ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരോ ആഗ്രഹിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. അത്തരത്തിലുള്ള എല്ലാ ആക്രമണങ്ങളും നിശ്ചിതമായി വിമർശിക്കപ്പെടേണ്ടതാണ്, തിരുത്തപ്പെടേണ്ടതാണ്. ആ കാലത്തിലേക്ക് ഈ സാഹചര്യം പോകും, ഒരു സംശയവും അങ്ങേക്ക് വേണ്ട. പക്ഷേ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ വടക്കുനോക്കി യന്ത്രങ്ങളായി മാറുമ്പോൾ കേരളത്തിൽ കൂടെ ഇടയ്ക്ക് നോക്കണം. കരിമുളയ്ക്കൽ അങ്ങ് മറന്നു പോകരുത്, അതും കൂടെ അങ്ങ് ശ്രദ്ധിക്കണം, വാർത്തയാക്കണം. ആ കുഞ്ഞുങ്ങളുടെ വിലാപം കൂടി, ആ അമ്മമാർ കൈക്കുഞ്ഞുങ്ങൾ എടുത്ത് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ എൻ്റെ മകനെ മോളെ എന്ന് വിളിച്ച് കരയുന്ന അമ്മമാരുടെ വിലാപം കൂടി കേൾക്കാൻ കേരളത്തിലെ മാധ്യമ സമൂഹം തയ്യാറാകണമെന്നുള്ള അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അതെ, ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ പാലക്കാട്ടെ കാര്യത്തിൽ നമ്മൾ അതിനെ ന്യായീകരിക്കുന്ന ചില BJP മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങളാണല്ലോ കേട്ടത്. താങ്കൾ പറയുന്നുണ്ടായിരുന്നു അക്രമികൾക്കൊപ്പമല്ല, ഇത്തരത്തിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടായാൽ നമ്മൾ അതിനെ എതിരെ നിൽക്കും എന്ന് പറയുമ്പോൾ ഇത് മദ്യപിച്ചിട്ടാണ് എന്ന് വരെ ഈ കുട്ടികളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള നേതാക്കളെ താങ്കൾ എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത്? അതിനെ തള്ളിപ്പറയുന്ന ആ ആക്രമണം നടക്കില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിപ്പറഞ്ഞ സംസ്ഥാന അധ്യക്ഷനെ താങ്കൾ കണ്ടോ? ഞാൻ കണ്ടു. സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട് അങ്ങ് കണ്ടില്ലേ? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ നിലപാട് അങ്ങ് കേട്ടില്ലേ? മറ്റുള്ള ചില ആളുകൾ ചെയ്യുന്നത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ പാലക്കാട്ട് നിന്ന് നടന്ന ഈ സംഭവം ശരിയല്ല എന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞു. ജിതിൻ ദേവ് ഇവിടെ ഒരു ഭാതരിപ്പുണ്ടല്ലോ. ഈ പാലക്കാട്ടെ സംഭവത്തിനകത്ത് എന്താ ഉണ്ടായെന്ന് അങ്ങ് വിശദമായി ആ CCTV വിഷ്വൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. അവിടെ ഈ പറഞ്ഞതുപോലെ CPMന്റെ ഒരു എന്താ പറയുക കാര്യങ്ങൾ എഴുതിയ ഒരു ബാൻഡുമായിട്ട് അവിടെ കുട്ടികൾ വന്നു എന്നുള്ളത് സത്യമാണ്. അതിന് നേരെ ഒരാളുടെ ഭാഗത്തു നിന്ന് ചില പരാമർശങ്ങളും ചില തരത്തിലുള്ള വിഷയങ്ങളും ഒക്കെ ഉണ്ടായി. അത് നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ അത് സംഭവിച്ചു. അതിനകത്ത് കൃത്യമായി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ ആക്രമണങ്ങളെ ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ മുഴുവൻ മതന്യൂനപക്ഷ സമൂഹവും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അല്ലാതെ ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളുടെ ഒരു നിലപാട്, മുസ്ലിങ്ങളുടെ മറ്റൊരു നിലപാട്, ഹിന്ദുക്കളുടെ വേറെ നിലപാട് ഒന്നുമില്ല. ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളോടും ഒരേ നിലപാടാണ്. ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ 11 വർഷമായിട്ട് ഭരിക്കുന്നുണ്ട്. അനുജ, ഏതെങ്കിലും ഒരു പദ്ധതി അങ്ങ് കാണിക്കാമോ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട്? ഒരു പദ്ധതി, ഏതെങ്കിലും ഒരു പദ്ധതി ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടോ? പിന്നെ എങ്ങനെയാണ് ഞങ്ങളെ മാത്രം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത്? അപ്പൊ അങ്ങൊക്കെ പരിശോധിക്കണം കാര്യങ്ങളെ, വിശാലമായ പദ്ധതികളെ കുറിച്ചല്ലല്ലോ ജിതിൻ ദേവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്രിസ്മസ് കാലത്ത് മാത്രം വിവിധ ഇടങ്ങളിൽ നടന്നിട്ടുള്ള, അങ്ങനെ നടന്നിട്ടില്ല എന്ന് താങ്കൾ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല, വിവിധ ഇടങ്ങളിൽ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്, അല്ലാതെ പദ്ധതികളെ കുറിച്ചല്ലല്ലോ ശ്രീ ജിതിൻ. ഞാൻ പറഞ്ഞില്ലല്ലോ അനുജ. 2025 ജൂലൈയിൽ 2 കന്യാസ്ത്രീമാർക്കെതിരെ, ആ സഹോദരിമാർക്കെതിരെ വിഷയമുണ്ടായി, ആക്രമണം, എന്താ പറയുക, ജയിലിലടക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ ഓടിയെത്തിയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പേര് രാജീവ് ചന്ദ്രശേഖർ എന്നല്ലേ? ആ കാര്യങ്ങൾ നിന്ന് ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയുമായിട്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടും ആഭ്യന്തരമന്ത്രിയുമായിട്ടും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിനൊക്കെ ശേഷം ഇതിനൊക്കെ എന്താണ് മാറ്റം വന്നിട്ടുള്ളത്? കാഴ്ച പരിമിതിയുള്ള ഒരാൾക്ക് നേരെ, ഒരു ആൾക്ക് നേരെ വരെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആക്രമണം, അത് BJPയുടെ ഒരു ജില്ലാ നേതാവാണ് ജബൽപൂരിൽ. അതിന്റെ ദൃശ്യങ്ങൾ, വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്ത് വന്നിട്ടുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. ഡോക്ടർ VPP മുസ്തഫ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അത് ആലപ്പുഴ ചാരമ്മൂട് കരിമുളയ്ക്കൽ നടന്നിട്ടുള്ള കാര്യമാണ്. അതിന് താങ്കൾ മറുപടി പറയേണ്ടതുണ്ട്. 2 ക്ലബ്ബുകളുടെ കാരൽ സംഘങ്ങൾ ഏറ്റുമുട്ടിയതാണ്. ഒട്ടേറെ പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. പോലീസ് കുറച്ച് ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാരൽ എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ നടക്കുന്നത് എന്ത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അതിന് തീർച്ചയായും താങ്കൾ മറുപടി പറയേണ്ടതുണ്ട്. ഒപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ഇത് എങ്ങനെയാണ് ഇതിൽ BJP ഇതിലേക്ക് ചാപ്പ കുത്താൻ ഉള്ള ശ്രമം നടക്കുന്നത്? അങ്ങനെ ഒരു ശ്രമമാണോ ഇവിടെ നടക്കുന്നത്? ഡോക്ടർ VPP മുസ്തഫ, മുഖ്യമന്ത്രിയും വിമർശിക്കുന്നുണ്ടായിരുന്നല്ലോ. ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്, താങ്കൾ പറഞ്ഞോളൂ. ജാതിയുടെ പേരിലുണ്ട്, കേൾക്കുന്നില്ലേ? താങ്കൾ ആദ്യം പറഞ്ഞത് കേട്ടില്ല. ഒന്ന് അനുജ കേൾക്കുന്നില്ലേ? ഇപ്പോൾ കേൾക്കാം, താങ്കൾ പറഞ്ഞോളൂ. ഹലോ, ഞാൻ പിന്നെ അതെ ഞാൻ പറഞ്ഞു വന്നത്, സംഘർഷങ്ങൾ ഇവിടെ BJP പ്രതിനിധി പറഞ്ഞതുപോലെ ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും പാലക്കാടും ആലപ്പുഴയിലും എല്ലാം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ട്. അത് മതത്തിൻ്റെ പേരിലുണ്ട്, ജാതിയുടെ പേരിലുണ്ട്, വിശ്വാസത്തിൻ്റെ പേരിലുണ്ട്, രാഷ്ട്രീയത്തിൻ്റെ പേരിലുണ്ട്, വ്യക്തിഗതമായ തർക്കങ്ങളുടെ പേരിലുണ്ട്, കുടുംബങ്ങളിലെ പ്രശ്നങ്ങളുടെ മുകളിൽ സഹോദരങ്ങൾ തമ്മിൽ ഉണ്ട്. ഇങ്ങനെയൊക്കെ സംഘർഷങ്ങളുണ്ട്. പക്ഷെ ആ സംഘർഷങ്ങൾ പോലെ ഒന്നാണോ BJPയുടെ നേതൃത്വത്തിൽ
അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ, ഇതാണ് നമ്മൾ ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒന്നതാണ്. ഇവിടെ നേരത്തെ ആദ്യം സംസാരിച്ച ഫാദർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ചുള്ള സങ്കല്പം അതൊരു മതനിരപേക്ഷ സങ്കല്പമാണ്. അത് നമ്മുടെ ഭരണഘടനയിലുള്ളതാണ്, നമ്മുടെ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും ഉള്ളതാണ്. അതിന് വിരുദ്ധമായി RSSും BJPയും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അത് നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം. അധികാരം ഏറിയതിന് ശേഷം BJPയുടെ നേതൃത്വത്തിൽ, RSSന്റെ നേതൃത്വത്തിൽ, അവരുമായി ബന്ധപ്പെടുന്ന സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അങ്ങനെയാണ്. ആ മതരാഷ്ട്രത്തിലേക്ക് രാജ്യത്തെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതവും ബോധപൂർവമായ നീക്കങ്ങൾ അത് ആശയപരമായിട്ട് നടക്കുന്നു. അത് പാഠപുസ്തകങ്ങളിലേക്ക് എത്തിക്കുന്നു, വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടൽ വരുന്നു, സാംസ്കാരിക രംഗത്തെ ഇടപെടൽ വരുന്നു, സിനിമയിൽ പോലും എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നമ്മൾ കാണുന്നു. അങ്ങനെ ആശയപരമായിട്ട് നടക്കുന്നതിനെ കുറെ കൂടി ബലപ്പെടുത്തി നടത്താൻ കായികമായ ഇടപെടലുകൾ ഉണ്ടാവുന്നു, ആക്രമണങ്ങൾ നടത്തുന്നു. ഇതിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റൊരു മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ആചാരങ്ങൾ, ശീലങ്ങൾ ഇതൊന്നും അനുവദിക്കില്ല എന്ന മട്ടിൽ ഈ ഇന്ത്യയെ നേരത്തെ ഫാദർ സൂചിപ്പിച്ചതുപോലെ ഒരു ഏക ശിലാ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള RSS പദ്ധതിയുടെ ഭാഗമായിട്ട്, അദ്ദേഹം പദ്ധതി പറഞ്ഞല്ലോ, RSS പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്നത്. അങ്ങനെയാണ് നമ്മളിതിനെ കാണേണ്ടത്. ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് വട്ടന്മാർ എന്ന് പറഞ്ഞില്ലേ, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെയല്ലേ ഉള്ളത്. നടനായിട്ടുള്ള കൃഷ്ണകുമാർ, PC ജോർജിന്റെ മകൻ കൂടിയായിട്ടുള്ള ഷോൺ ജോർജ്, രണ്ടുപേരും എന്താണ് പാലക്കാട് സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്? ഇപ്പൊ ഇവിടെ BJP പറഞ്ഞതുപോലെ തള്ളിപ്പറയുകയാണോ ചെയ്തത്? അത് പാടില്ല എന്നാണോ പറഞ്ഞത്? 15 വയസ്സിന് താഴെയുള്ള ആ കുട്ടികൾ മദ്യപിക്കുന്നവരാണ് എന്നല്ലേ പറഞ്ഞത്? മദ്യപിച്ചിട്ട് മര്യാദയില്ലാത്ത വിധത്തിൽ, മാനമില്ലാത്ത വിധത്തിൽ ഇങ്ങനെ കാരോളൊക്കെ ആയിട്ട് പോയാൽ അടി കിട്ടും എന്നല്ലേ പറഞ്ഞത്, ആക്ഷേപിച്ചത്? അപ്പോൾ ഇത് എങ്ങനെയാണ് കൃഷ്ണകുമാറും അതുപോലെ തന്നെ ഷോൺ ജോർജിനെയും പോലെ അന്യതാ സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ട ആളുകൾ പോലും RSSന്റെ ആശയത്തിൽ കുടുങ്ങിപ്പോയപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തെ എത്ര നികൃഷ്ടമായിട്ടാണ് ന്യായീകരിക്കുന്നത്? അതാണ് പ്രശ്നം. ഇത് തന്നെയാണ് അഞ്ജലി ഭാർഗവ, താങ്കൾ ഇവിടെ സൂചിപ്പിച്ച, അനുജ സൂചിപ്പിച്ച ജബൽപൂരിലെ സംഭവം. അഞ്ജലി ഭാർഗവ എന്ന് പറയുന്നത് ഇതുപോലെ BJPയുടെ അവിടുത്തെ സംസ്ഥാന നേതാവാണെന്ന്. അവരാണ് കാഴ്ചാ പരിമിതിയുള്ള മറ്റൊരു ഏറ്റവും ഭീകരമായ നിലയിൽ ഭേദ്യം ചെയ്യുന്നത്. ഒറീസയിലെ ഒരു ദൃശ്യം നമ്മൾ കണ്ടില്ലേ, അഞ്ജു ഭാർഗവ, അവര് ഒറീസയിലെ ദൃശ്യം നമ്മൾ കണ്ടില്ലേ? അതിലൊരു കാറിൽ സഞ്ചരിക്കുന്നയാൾ വഴിയോരത്ത് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ വിൽക്കുന്ന ആളെ ഇറങ്ങി ഭീഷണിപ്പെടുത്തുന്നു. അയാൾ ഉപയോഗിക്കുന്ന വാചകം എന്താ? ഹിന്ദു രാഷ്ട്ര ഹേ എന്നാണ്. ഹമാരാ ഭാരത് ഹേ എന്നല്ല, ഹമാരാ ഇന്ത്യ ഹേ എന്നല്ല. മറിച്ച് അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഈ ഉപജീവനത്തിന് വേണ്ടി, അയാളൊരു ഹിന്ദു മതവിശ്വാസിയാണ്, ഇത് വിൽക്കുന്നയാൾ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിശ്വാസിയോ അല്ല, അയാൾ ഹിന്ദു മതവിശ്വാസിയാണ്. അയാൾ പറയുകയാണ് ഞാനും ഹിന്ദു ധർമ്മത്തിലുള്ളയാളാണ്. ഹിന്ദു രാഷ്ട്ര ഹേ, നിങ്ങൾ ഉപജീവനം, ഞാനിത് ഉപജീവനത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നത് എന്താ, ഈ ക്രിസ്ത്യൻ സാധനങ്ങളൊന്നും അല്ല വിൽക്കേണ്ടത്, നിങ്ങൾ ജഗന്നാഥന്റെ പൂജയ്ക്കുള്ള സാധനങ്ങൾ വിൽക്കൂ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇതൊക്കെ ഒറ്റപ്പെട്ടതാണ്, ഇത് ഏതെങ്കിലും വട്ടന്മാർ ചെയ്യുന്നതാണ് അല്ല. ഇങ്ങനെ ഒരു വട്ട് സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള ആശയ രൂപീകരണം നടന്നിരിക്കുകയാണ്. അത് പല രൂപത്തിൽ നടക്കുകയാണ്. അങ്ങനെ ഒരു ആശയം എത്തിച്ചിട്ട് അതിസങ്കുചിതമായ വർഗീയ വികാരത്തിലേക്ക് ഒരു സമൂഹത്തെ നയിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഡൽഹിയിൽ ഇന്നിപ്പോ പ്രധാനമന്ത്രി ചർച്ചിൽ പോയതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം വലിയ അവകാശവാദമായിട്ട് പറയുന്നത്. ചർച്ചിൽ പോയിട്ട് അവിടെ പ്രധാനമന്ത്രി കേക്ക് തിന്നുമ്പോൾ തെരുവിൽ ക്രിസ്ത്യാനികൾക്ക് എന്താ കിട്ടിയത്? ലജ്പത് നഗറിൽ അവരെ ആട്ടി ഓടിക്കുകയല്ലേ ചെയ്തത്? അവരുടെ കേക്ക് വാങ്ങിക്കാനാണോ നിന്നത് ബജ്രംഗ് ദളിന്റെ ആളുകൾ? ബജ്രംഗ് ദൾ എന്ന് പറയുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗമല്ലേ, RSSന്റെ സംഘപരിവാർ കുടുംബത്തിൽപ്പെട്ടതല്ലേ? എത്ര ഭീകരമായിട്ടാണ് ആ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം ആ തെരുവിൽ നിന്ന് ആട്ടി ഓടിക്കുന്നത്. ഇവിടെ ഒന്നും പറ്റില്ല, നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യൂ എന്നാണ്. എത്ര അപഹാസ്യമായ നിലയിലാണ്. ഇന്നലെ റായ്പൂരിൽ, ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമായ റായ്പൂരിൽ ഇന്നലെ 24-ാം തീയതി ഹർത്താൽ പ്രഖ്യാപിച്ചില്ലേ, സർവജന ഹിന്ദു സഭയുടെ നേതൃത്വത്തിൽ, മതപരിവർത്തനത്തിനെതിരെ എന്നുള്ള പേരിൽ. നിങ്ങൾ ഈ പറയുന്ന പള്ളിയിൽ പോയിട്ട് BJPയുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഈ കേക്ക് മുറിക്കുമ്പോൾ ഈ റായ്പൂരിൽ പ്രഖ്യാപിച്ച ബന്ദ് ഒഴിവാക്കണം, ക്രിസ്മസിന്റെ തലേ ദിവസം ഇങ്ങനെ നടത്തരുത് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ബിഷപ്പുമാരും പുരോഹിതന്മാരും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയില്ലേ?
അമിത്ഷാക്കല്ലേ കത്തെഴുതിയത്? എന്നിട്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ? അവിടെ ആ തലേദിവസം ക്രിസ്മസിന്റെ തലേദിവസം ഹർത്താൽ നടത്തി, എന്നിട്ട് പള്ളിയിൽ കയറി ആക്രമിച്ചു. അവിടെ ഒരു മാള്, ഷോപ്പിംഗ് മാളിൽ ഈ സാന്താക്ലോസിന്റെ രൂപങ്ങളും അതുപോലെ മറ്റ് ക്രിസ്തുമത ചിഹ്നങ്ങളും എല്ലാം വിൽക്കുന്നത് മുഴുവൻ തകർത്ത് കളഞ്ഞില്ലേ 100-ലധികം ആളുകൾ കയറിയിട്ട്? ഇങ്ങനെ ബാംഗ്ലൂരിൽ നടന്ന സംഗതി, ഇവിടെ പാലക്കാട് നടന്ന സംഗതി, ഇങ്ങനെയെല്ലാം നടക്കുന്നു. പക്ഷെ മറ്റ് എല്ലാ സ്ഥലത്തും ആളുകൾ ഇത്തരം സംഭവങ്ങൾ കണ്ട് ഭയന്നോടിച്ച് എവിടെയെങ്കിലും കൃത്യമായിട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു. പാലക്കാട് കേസ് രജിസ്റ്റർ ചെയ്തു, പ്രതി അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ 2500 കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പകരം കരോൾ നടന്നിരിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ. അതാണ് കേരളവും മറ്റു പ്രദേശങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അദ്ദേഹം വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഡോക്ടർ VPP മുസ്തഫ, ഈ ചാരമ്മൂട് കരിമുളയ്ക്കൽ ഉണ്ടായ സംഭവത്തെ കുറിച്ച് താങ്കൾ പറയണം എന്ന്. ഞാൻ ആലപ്പുഴയിലെ സംഭവം അതെ ഞാൻ പറഞ്ഞത്, അവിടെ ഞാൻ ന്യായമായിട്ടും ചോദിക്കുകയാണ് BJP പ്രതിനിധിയോട്, കരോൾ നടത്താൻ പാടില്ല, ഇത് ഞങ്ങളുടെ നാട്ടിന് ചേർന്നതല്ല, ഞങ്ങളുടെ സംസ്കാരത്തിന് ചേർന്നതല്ല, അതുകൊണ്ട് ഇവിടെ കരോൾ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് തർക്കമുണ്ടായോ? BJP പ്രതിനിധി അതൊന്ന് വ്യക്തമാക്കട്ടെ. അങ്ങനെ ഒരു തർക്കമുണ്ടായോ? അതിന്റെ പേരിൽ എന്തെങ്കിലും കരോൾ നടത്തിയതിന്റെ പേരിൽ ഇത് മദ്യപിച്ചിട്ട് മാനമില്ലാതെ നടത്തിയ കരോളാണ് എന്ന് പറഞ്ഞിട്ടാണോ അവരെ ആക്രമിച്ചിട്ടുള്ളത്? ഞാനാ പറഞ്ഞു, സംഘർഷങ്ങൾ പല കാരണങ്ങളാൽ ഉണ്ടാകാറുണ്ട്. ആ സംഘർഷത്തിന് CPM-ന്റെ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലാത്ത നിലയിലുള്ള ഇടപെടലാണെങ്കിൽ. പക്ഷേ ഇതിപ്പോ ഒരു ചീത്തപ്പേരായില്ലേ ഡോക്ടർ VPP മുസ്തഫ? ഒരു കാരൾ ഒരു ക്ലബ്ബ് പിരിഞ്ഞതാണ്, അത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ളതാണ്. അപ്പോൾ പക്ഷേ അവർ കാരൾ നടത്താൻ പോവുകയാണ്, പിന്നീട് വലിയ അടിയാവുകയാണ്. കാരൾ എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? അങ്ങനെ ഒരു നമ്മൾ ഈ അടി കൂടി ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അത് തിരിച്ച് നിങ്ങൾ ആ ചോദ്യം കേൾക്കേണ്ടി വരും, അതിന് മറുപടി നൽകേണ്ടി വരും ഡോക്ടർ മുസ്തഫ. ഞാൻ പറഞ്ഞുതരാം അനുജ, ഞാൻ പറഞ്ഞത് നിങ്ങൾ കാണുന്നത്. ഇപ്പൊ എന്റെ നാട്, ഞാൻ താമസിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ കാരോളം വള്ളുവക്കാട് എന്ന് പറയുന്ന ഒരു ദേശത്താണ്. ഇവിടെ ക്രിസ്ത്യാനികളേ ഇല്ല. ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ജനസംഖ്യയിൽ ഒരു 3% താഴെയാണ്, 0.03% താഴെ മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ. മുസ്ലിം ഡെൻസിറ്റി ഉള്ള ഒരു നാടാണ് എൻ്റെ ഈ ബൂത്ത് എന്ന് പറയുന്നത്. 85% മുസ്ലിങ്ങളാണ്. ഇന്നലെ രാത്രിയിൽ എൻ്റെ നാട്ടിലെ തെരുവുകളിലൂടെ, ഞാൻ പറഞ്ഞല്ലോ ലീഗിന് നല്ല ആധിപത്യമുള്ള, ഞങ്ങളുടെ പാർട്ടി ഇവിടെ, ഞാൻ ഈ നാട്ടിലാണ് ജീവിക്കുന്നതെങ്കിലും CPM-നും ഇടതുപക്ഷത്തിനും സ്വാധീനം കുറഞ്ഞ, ലീഗിന് നല്ല സ്വാധീനമുള്ള ഈ നാട്ടിലെ തെരുവുകളിലൂടെ ഇന്നലെ രാത്രിയിൽ ബാൻഡൊക്കെ മുഴക്കി കുട്ടികളുടെ കാരോൾ പോയി. എൻ്റെ വീട്ടിൽ വന്നു, സമീപത്തുള്ള വീടുകളിൽ പോയി. അതെല്ലാം മുസ്ലിം വീടുകളാ. അവിടെയെല്ലാം പോയി. എന്തെങ്കിലും ജാതിയോ മതമോ വർഗീയതോ ഇവിടുത്തെ മുസ്ലിം മതപുരോഹിതന്മാർ പോലും തടഞ്ഞില്ല. മദ്രസയിലെ ഉസ്താദ്മാർ പറയോ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞില്ല. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഒരൊറ്റ ക്രിസ്ത്യൻ കുടുംബവും ഇല്ല, ഇതിന്റെ പരിസരത്ത് പോലും ഇല്ല. ഇതാണ് നമ്മുടെ നാടിന്റെ സംസ്കാരം. അങ്ങനെ ഒരു അവസ്ഥയെയും അവിടെ ഒരു ക്ലബിലെ സംഘർഷവും രണ്ടും രണ്ടല്ലേ? ഇതുപോലെ ഫലമായിട്ട് തടയുന്നുണ്ടോ? അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നുണ്ടോ? രണ്ടിനെയും രണ്ടായി കാണണ്ടേ? അങ്ങനെ കാണുന്നതിന് പകരം ഇവിടെ നമ്മൾ ഈ രാജ്യത്ത് മുഴുവൻ കണ്ട വംശീയ വിദ്വേഷം വെച്ചുകൊണ്ട് നടത്തുന്ന സംഭവം പോലെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോ BJP-യുടെ പ്രതിനിധി എന്താ പറയുന്നത്? ഇതിലൊക്കെ കേസെടുക്കട്ടെ, നിയമപരമായിട്ട് പോകട്ടെ. എന്താ മുഹമ്മദ് അഖിലാഖിന്റെ അനുജ അതുകൂടി ചോദിക്കൂ. മുഹമ്മദ് അഖിലാഖിന്റെ കേസിൽ എന്ത് സംഭവിച്ചു? 10 വർഷം മുമ്പ് ഇവർ അധികാരത്തിലേറിയ ഉടനെയാണ്, 2014 മെയ്യിലാണ് നരേന്ദ്രമോദി അധികാരത്തിലേൽക്കുന്നത്. 2014 ജൂലൈ മാസത്തിലാണ് ഉത്തർപ്രദേശിൽ അഖിലാഖിന്റെ തല്ലിക്കൊല്ലുന്നത് 10-70 വയസ്സുള്ള മനുഷ്യൻ. ആ കേസ് വിചാരണ കോടതിയിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടിയിട്ടല്ലേ ആദിത്യനാഥിന്റെ ഗവൺമെന്റ് ഇപ്പൊ കൊടുത്തത്? പക്ഷെ ആ കോടതി അനുവദിച്ചില്ല. അത് വേറെ നിലപാട്. ഉത്തർപ്രദേശിലെ ഒരു കോടതിയിൽ നിന്ന് ഇന്നത്തെ കാലത്ത് അങ്ങനെയും ഒരു സമീപനം ഉണ്ടായി എന്നുള്ളത് ഈ ഇന്ത്യ മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കും എന്നുള്ളതിന്റെ പ്രതീക്ഷയാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. അഡ്വക്കേറ്റ് VR അനൂപ്, ഞാൻ നേരത്തെ ആ കണക്കുകൾ പറഞ്ഞു, ഞാനത് ഒന്നുകൂടി ഒന്ന് പറയാം. 2014 നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്നത്. അന്ന് 139 പേർക്ക് നേരെ ആക്രമണം നടന്നു എന്നതാണ്. അത് 2024 ആകുമ്പോഴേക്കും 834, അതായത് 500% വർധന എന്നതാണ്. ഇനി 2025 ജാനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്കെടുത്താൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഔദ്യോഗിക കണക്കാണ് 549 എന്നതാണ്, സെപ്റ്റംബർ വരെ മാത്രം. ഇത് ഒറ്റപ്പെട്ട സംഭവം എന്നതാണ് ശ്രീ VS ജിതിൻ ദേവ് പറഞ്ഞത്.
ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മാത്രം ഈ ക്രിസ്മസിന്റെ ഒരു ആഘോഷം തുടങ്ങിയതിന് ശേഷം മാത്രം നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ, അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റപ്പെട്ടത് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങ് കേട്ടില്ലേ, ഇവിടെ സംഘപരിവാറിന്റെ പ്രതിനിധി പറയാണ് ക്രിസ്മസ് ഇവിടെ നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന്. എന്തോ വലിയൊരു ഔദാര്യം അദ്ദേഹം ചെയ്തതുപോലെ, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ചെയ്തതുപോലെയാണ് പറയുന്നത്. ഇവിടെ ക്രിസ്മസ് നിരോധിക്കപ്പെടുന്നില്ലെങ്കിൽ, ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇന്ത്യൻ ഭരണഘടനയാണെന്നേ. ഞാനും അങ്ങും ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകളൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇന്ത്യൻ ഭരണഘടനയാ. ഇവിടെ സംസാരിച്ച സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവായ വൈദികൻ, ഞാൻ അങ്ങേയറ്റ അഭിമാനത്തോടുകൂടിയും ആദരവോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നത്. ബൈബിൾ സ്വാംശീകരിച്ചതുപോലെ തന്നെ ഭരണഘടനയെ എത്ര മനോഹരമായാണ് അദ്ദേഹം സ്വാംശീകരിക്കുന്നത്. ഇവിടെ മതരാഷ്ട്രവാദം ഏതെങ്കിലും തരത്തിലുള്ള മതത്തിൻ്റെതല്ല എന്ന് ഇന്ത്യ തീരുമാനിക്കുന്നൊരു സന്ദർഭമുണ്ട്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പാകിസ്ഥാൻ വിഭജനം ഒരു യാഥാർത്ഥ്യമായതിനു ശേഷം KM മുൻഷി എന്ന് പറയുന്ന ഒരു മാന്യൻ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്, പാകിസ്ഥാൻ ഒരു യാഥാർത്ഥ്യമായി, ഇനി ഇന്ത്യ അവശേഷിക്കുന്ന ഇന്ത്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം. അതൊരു ഹിന്ദു രാഷ്ട്രമാകേണ്ടതില്ലേ എന്ന് പറയുമ്പോൾ അതിനെ നിരാകരിക്കാൻ നെഹ്റുവും അംബേദ്കറും ഉൾപ്പെടുന്ന നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് അരനിമിഷം പോലും വേണ്ടി വന്നില്ല. അപ്പോൾ ഇത് ഭരണഘടന നമുക്ക് നൽകുന്ന ഉറപ്പാണ്, അതൊരു കോൺട്രാക്റ്റാണ്. വ്യത്യസ്ത ജാതി മത സമൂഹങ്ങൾ ഒരുമിച്ചൊരു കുടക്കീഴിൽ ജീവിക്കുമ്പോൾ അവരുടെ വൈവിധ്യങ്ങൾ, അവരുടെ വ്യത്യസ്തതകൾ അതൊക്കെ മാനിക്കപ്പെടണമെന്ന് പറയുന്നതാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുക. ക്രിസ്തുമസിന് നേരെ, ക്രിസ്മസ് കരോളിന് നേരെ ഒക്കെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ക്രിസ്തു എന്ന് പറയുന്നത് എല്ലാവരുടേതുമാണ്, ആഘോഷങ്ങൾ എല്ലാവരുടേതുമാണ്. പരമേശ പവിത്ര പുത്രൻ എന്നാണ് ശ്രീനാരായണ ഗുരു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ശ്രീരാമകൃഷ്ണ ആശ്രമങ്ങളിൽ ക്രിസ്തു ഉണ്ട്. ഇവിടെ നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ച് ക്രിസ്മസ്, പുൽക്കൂട്, നക്ഷത്രം, കരോൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും ബാല്യകാല ഭാവനകളുടെ ഭാഗമാണ്. അതിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളുണ്ട്. അതൊരു പുതിയ സംഭവമല്ല. പാലക്കാട് ആവർത്തിച്ചു, കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു, ഈ വർഷവും ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ മാത്രം സംഭവിക്കുമെന്ന് കരുതിയ കാര്യങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതിനെയൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നാണല്ലോ സംഘപരിവാറിൻ്റെ പ്രതിനിധി പറഞ്ഞത്. ഞാൻ ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഇത്തവണ കേരളത്തിലെ ലോക് ഭവൻ, രാജ്ഭവനുകളൊക്കെ ഇവർ ലോക് ഭവനുകളാക്കി മാറ്റിയല്ലോ. ഗവർണറുടെ ഓഫീസിൽ ഡിസംബർ 25 പ്രവൃത്തി ദിവസമാണ്. ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ട്, കേരളത്തിലും അത് വന്നിരിക്കുകയാണ്. എന്താ അതിന്റെ കാരണം പറയുന്നത്? ഡിസംബർ 25 എന്നുള്ളത് ക്രിസ്മസ് എന്നുള്ള രീതിയിലല്ല അവിടെ കേരളത്തിൽ വാജ്പേയിയുടെ ജന്മവാർഷിക ദിനം ആഘോഷിക്കുക, അതിനുവേണ്ടി അങ്ങനെ അല്ല, അത് കേരളത്തിലേക്കും കടന്നു വരാണല്ലേ. കേരളത്തിലെ ഗവർണറുടെ ഓഫീസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസല്ലേ, സംസ്ഥാനത്തിന്റെ തലവനല്ലേ ഗവർണർ. അപ്പോൾ അതൊരു സന്ദേശമാണ്. കേരളത്തിൽ ഇവർ കേക്കുമായി കടന്നു വരുമ്പോൾ ഡിസംബർ 25 പ്രവൃത്തി ദിവസമാക്കിയിരിക്കുക. അതിനെക്കുറിച്ച് സംഘപരിവാറിന്റെ പ്രതിനിധി എന്ത് പറയും? ഒറ്റപ്പെട്ടതാണെന്ന് പറയുമോ? ഇവിടെ വളരെ കൃത്യമാണ്. ഇത് ഇന്ന് സംഘപരിവാറിന്റെ ചില വക്താക്കൾ, അത് ക്രിസ്ത്യാനികളായ ആൾക്കാരെ കൊണ്ടാണ്, ടോം വടക്കനെ പോലുള്ള ആൾക്കാരെ കൊണ്ടാണ് ഇവർ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. ഷോൺ ജോർജിനെ പോലുള്ള ആളുകളാണ് ഈ ക്രിസ്മസ് കരോൾ ആക്രമിച്ച ആളുകളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അങ്ങനെ ഒരു സംഘപരിവാറിന്റെ പ്രതിനിധി പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? ക്രിസ്തുവിന് വേറെ ദിവസം ജനിക്കാമായിരുന്നില്ലേ? AB വാജ്പേയിയുടെ ജന്മദിനത്തിൽ തന്നെ വന്ന് ജനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുണ്ടോ എന്നുള്ള മട്ടിലാണ് അവർ പറയുന്നത്. അത് വാജ്പേയിയുടെ ജന്മദിനമായി പോയതിൻ്റെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ കഴിയുമെന്നാ? നാളെ ഇവരുടെ വേറൊരു നേതാവ് വേറൊരു ദിവസത്തിൽ ജനിച്ചാൽ ഈ പറയുന്ന വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന ആഘോഷത്തിലുള്ള അവസരം നിഷേധിക്കപ്പെടുമോ? ഇവിടെ ക്രിസ്മസിന് നേരെയാണെന്നേ. നിങ്ങളെപ്പോലൊരു ചാനൽ ആ വിഷയം കൂടി ഇതിനകത്ത് സ്പർശിക്കേണ്ടതാണ്. ഇത് ക്രിസ്മസ് കരോൾ ആക്രമിക്കപ്പെടുന്നു. ഇത് ഏത് BJP നിലപാടാണ്? അന്ന് എന്തിനാണ് യേശുദേവൻ ജനിച്ചതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞ ആരുടെ നിലപാടാണ്? ഗവർണർ ആരാ? അല്ല, എന്താ നിങ്ങൾ ഡിസംബർ 25 പ്രവൃത്തി ദിവസമാക്കിയത്? അത് ആരുടെ നിലപാടാണ്? ഡിസംബർ 25 പ്രവൃത്തി ദിവസം അല്ല, ഡിസംബർ ടോം വടക്കൻ നിങ്ങളുടെ വക്താവ് ടോം വടക്കനാണ്. ടോം വടക്കൻ എന്റെ ചർച്ചയിൽ ഇടപെടണ്ട. താങ്കൾ സംസാരിച്ചപ്പോ അല്ല അനുജ നിയന്ത്രിക്കണം. അർത്ഥം ഞാൻ പറയാം. ഞാൻ പറഞ്ഞതിന് ശേഷം എനിക്ക് പറയാം. പരിമിതമാണ്. ധാരാളം സമയം അവസരമാണ്.
ഞാൻ ഞാൻ ഇടപെട്ടിട്ടില്ല. സംസാരിക്കുന്നത് നിങ്ങൾ ഇടപെട്ടല്ലോ. നിങ്ങൾ എന്തിനാണ് എന്റെ പ്രയാസമാവുന്നത്? അല്ല 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 നിങ്ങളല്ല, അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് അനൂപ് പറയൂ. അതെ, നിങ്ങളല്ല അനൂപ് ക്രിസ്മസ് പറയുന്നത്. കരോൾ അഞ്ചോളം തടയുന്ന അല്ല ഞാൻ എന്റെ അവസരത്തിൽ അല്ല, നിങ്ങൾ അനൂപ് സംസാരിക്കുന്നത് നിങ്ങളുടെ അടുത്തല്ല എന്റെ അവസരത്തിൽ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ അടുത്തല്ല അനൂപ് ഞാൻ പറഞ്ഞു. നിങ്ങൾ ക്രിസ്മസ് പറഞ്ഞോളൂ, നിങ്ങൾ അല്ല പറഞ്ഞോളൂ. എന്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കില്ല അങ്ങനെയാണെങ്കിൽ. അല്ല താങ്കൾ പറയൂ. നിങ്ങൾ നിർത്ത് അതെ, ഞാൻ നിർത്തി. പറഞ്ഞിട്ട് പറയാം. ഇവിടെ ഞാൻ പറയുന്നത് എന്താ, ഡിസംബർ 25 എല്ലാ ലോക രാഷ്ട്രങ്ങളിലും അത് അവധിയാണല്ലോ. ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസിൽ ഡിസംബർ 25 പ്രവൃത്തി ദിവസമാണല്ലോ എന്ന് മാധ്യമ സുഹൃത്തുക്കൾ പത്രപ്രതിനിധികൾ ചോദിച്ചപ്പോ ടോം വടക്കൻ എന്ന് പറയുന്ന ഇവരുടെ വക്താവ് പറയാണ് അതിനെന്ത് ചെയ്യാൻ കഴിയും, അടൽ ബിഹാരിയുടെ വാജ്പേയിയുടെ ജന്മദിനമായി പോയില്ലേ എന്ന്. അതിന്റെ അർത്ഥം എന്താ? അടൽ ബിഹാരി വാജ്പേയി അന്ന് ജനിച്ചു എന്ന് വെച്ച് ക്രിസ്തുദേവൻ ജനിച്ച ദിവസം പ്രവൃത്തി ദിവസമാക്കണമെന്നാണോ അതിന്റെ അർത്ഥം? അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ടോം വടക്കൻ അങ്ങനെ പറഞ്ഞു എന്നല്ല പറഞ്ഞത്, ഞാനത് ചോദിച്ചത് തന്നെയാണ്. ഞാൻ ചോദിച്ചത് അർത്ഥം ശരിയല്ലേ? ഞാൻ വീണ്ടും വിശദീകരിക്കുകയാണ്. അദ്ദേഹം മറുപടി പറയട്ടെ. അതെ, പക്ഷേ അതിന് പിന്നീട് ലോക്ഭവന്റെ വിശദീകരണം വന്നത് അഡ്വക്കേറ്റ് അനൂപ് അത് നിർബന്ധിതമല്ല എന്നൊക്കെയുള്ള തരത്തിലേക്ക് വിശദീകരണം വരികയും ചെയ്തു. അത് അതിൽ താല്പര്യമുള്ളവർക്ക് മാത്രം എന്ന തരത്തിലേക്കാണ് എന്നൊക്കെയുള്ള വിശദീകരണം വന്നു. എനിക്കൊരു ഇടവേളയിലേക്ക് വേഗം പോകേണ്ടതുണ്ട്. ഞാൻ ഒരു ഇടവേള എടുക്കുന്നു, വേഗം മടങ്ങി. തിരികെ എൻകൗണ്ടറിലേക്ക്. ഫാദർ ടോം ഓലിക്കരോട്ട്, ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ നടന്ന പലയിടങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണല്ലോ അത് വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഇന്നലെയും നമ്മൾ കണ്ടു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഒരു വിരുന്ന് നടത്തുന്നു. അതിൽ സഭാ നേതൃത്വം ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഒരു ദേവാലയത്തിൽ ചെല്ലുന്നു, പള്ളിയിൽ ചെല്ലുന്നു, അവിടെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. കൂടാതെ JP നഡ്ഡയുടെ നേതൃത്വത്തിൽ അങ്ങനെ മുതിർന്ന നേതാക്കളൊക്കെ ഒരു ഭാഗത്ത് അതും ചെയ്യുന്നുണ്ട്. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഒരു കാര്യം, ഇതിന് പിന്നിൽ ആരാണ് എന്നൊക്കെയുള്ളത് അത് സംഘപരിവാർ ആണ് എന്നൊരിക്കലും അവർ സമ്മതിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ഇന്ന് ഉപയോഗിച്ച വാക്ക് ചില വട്ടുള്ളവർ ചെയ്യുന്ന കാര്യം ഞങ്ങളുടെ തലയിലേക്ക് ഇടണ്ട എന്നാണ്. ഇതിന് പിന്നിലുള്ള അജണ്ട എന്ത് എന്ന് പരിശോധിക്കും. ഇതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് സഭ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇതിൽ അവർ തീർത്തും ഇതിൽ നിരപരാധികളാണെന്നോ അല്ലെങ്കിൽ നിഷ്കളങ്കരാണെന്നോ ഈ വിഷയത്തിൽ ഇതിൽ BJPക്ക് ഇതിൽ ഒരു പങ്കുമില്ല, ഇങ്ങനെ വിരുന്നും നയതന്ത്രവും ഒക്കെ അത് ആ തരത്തിലേക്ക് ആ കാണിക്കുന്ന മുഖം തന്നെയാണ് എന്ന് ആണോ സഭ അതിനെ കണക്കാക്കുന്നത്? എങ്ങനെയാണ്? താങ്ക് യു മാഡം. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ക്രിസ്മസ് നമ്മളൊരു സമ്മാനങ്ങളുടെ സമയമാണല്ലോ. അപ്പോൾ അതനുസരിച്ച് പറഞ്ഞാൽ ഈ സമയത്ത് ഞങ്ങൾക്ക് വളരെ റയറസ്റ്റ് ഓഫ് ദ റയർ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയാവുന്ന ഈ ഡിസംബർ മാസത്തിൽ തന്നെ ഒരു 10ഓളം സമ്മാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് ക്രൈസ്തവർക്ക് കിട്ടിയതിൻ്റെ ഒരു കണക്ക് കാത്തലിക് കണക്ട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, രാജസ്ഥാനിൽ ഡിസംബർ 14 ഒരു കത്തോലിക്ക ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് അതിക്രമിച്ചു കയറി അവിടെ അതിക്രമം അഴിച്ചുവിട്ട ഒരു സംഭവം ഉണ്ടാകുന്നു. പാലക്കാട് ക്രിസ്മസ് കരോളിനെ കുറിച്ചുള്ളത് നമുക്കറിയാം. ഹരിദ്വാറിൽ ഒരു ക്രിസ്മസ് ആഘോഷം ഒരു ഹോട്ടലിൽ നടത്തുമ്പോൾ അത് വിശുദ്ധ സ്ഥലമാണ്, മറ്റു മതങ്ങൾക്ക് അവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് തടസ്സപ്പെടുത്തിയ സംഭവം. ഡൽഹിയിൽ ഒരു സ്ത്രീ ഒരു സാന്റാക്ലോസിൻ്റെ തൊപ്പി തലയിൽ വെച്ചതാണ് അത് മതപരിവർത്തനമായി ചിത്രീകരിച്ച് അവരെ അധിക്ഷേപിച്ച സംഭവം. അതുപോലെ ഒഡീഷയിൽ പാവപ്പെട്ട വഴിയോര കച്ചവടക്കാരൻ്റെ അന്നം മുടക്കിയ ഈ സാന്റാക്ലോസിൻ്റെ വസ്ത്രം ഇവിടെ വിൽക്കാൻ പാടില്ല എന്നുള്ള സംഭവം നമുക്കറിയാം. അതുപോലെ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഒരു പാസ്റ്ററേയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പൊതു ഇടത്ത് വെച്ച് ഹരാസ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഗവൺമെൻറ് അതുപോലെ തന്നെ ഈ പൊതു അവധി, ക്രിസ്മസ് ദിവസം അവധി അല്ലാതാക്കി പ്രഖ്യാപിച്ച സംഭവമുണ്ട്. റായ്പൂരിൽ, ഛത്തീസ്ഗഡിൽ വളരെ ഒരു ശവസംസ്കാര ചടങ്ങിൽ, ഒരു ക്രിസ്ത്യാനിയുടെ ശവസംസ്കാര ചടങ്ങിലേക്ക് കടന്നു വന്ന് അതിക്രമം അഴിച്ചുവിട്ടുകയും വളരെ മൃഗീയമായിട്ട് അവിടെ പെരുമാറുകയും ചെയ്ത സംഭവമുണ്ട്. അതുപോലെ ജബൽപൂരിൽ, മധ്യപ്രദേശിൽ വളരെ നമ്മളെ മനസാക്ഷിയെ തന്നെ പിടിച്ച് കുലുക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ പ്രചരിച്ചത് കണ്ടതാണ്. വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയോട് അവരുടെ വിശ്വാസത്തെ കുറിച്ച് അവരെ ഹരാസ് ചെയ്യുന്ന ആക്ഷേപിച്ചതുമായ സംഭവമുണ്ട്. അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ജബുവയിൽ ഒരു കാത്തലിക് കമ്മ്യൂണിറ്റിക്ക് അവരുടെ ക്രിസ്മസ് ആഘോഷം നടത്താനുള്ള അനുവാദം നിഷേധിച്ച സംഭവമുണ്ട്. കൊൽക്കത്തയിൽ, വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് വി ഹാവ് റിസീവ്ഡ് എ റയർ ഓഫ് ദ റയറസ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് ദിസ് സീസൺ. ഏറ്റവും അങ്ങേയറ്റത്തെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം നടക്കുകയാണ്.
അപ്പോൾ ഇത് തികച്ചും അപലപനീയമാണ്. ഞാൻ താങ്കൾ അവസാനിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് വരാം. ഇത് ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ ആണോ ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ട് വിലയിരുത്താനോ വിമർശിക്കാനോ എന്താണ് സഭയുടെ നിലപാടെന്നുള്ള ചോദ്യത്തിന് ആദരണീയനായ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം ക്രിസ്മസ് വിരുന്ന് നടത്തി. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അടക്കം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആദരണീയനായ പ്രധാനമന്ത്രി വിരുന്ന് നടത്തി. സഭാ നേതാക്കൾ അല്ലെങ്കിൽ അത് CSNI സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ അരമണിക്കൂറോളം അദ്ദേഹം ചെലവഴിച്ചു. അദ്ദേഹം ബൈബിളും അതുപോലെ തന്നെ കുരിശുരൂപമൊക്കെ അദ്ദേഹം കൈകളിൽ സ്വീകരിച്ചു. ഇങ്ങനെ നേതാക്കന്മാരൊക്കെയും തുറന്ന മനസ്സ് കാണിക്കുന്നു. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസ്താവന തന്നെ വട്ടുള്ള ആളുകളാണ് ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇടപെടുന്നത് എന്നുള്ളതാണ്. ഞാൻ അതിൽ നിന്ന് പറയാം, ഞങ്ങൾ ഇതിനെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ ഉള്ള ഒരു കാര്യമെന്നൊരു രാഷ്ട്രീയപരമായി ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നേയില്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദേശീയ പാർട്ടിയുടെ നേതാവും ഒക്കെ കാണിക്കുന്ന, സംസ്ഥാന നേതാവ് കാണിക്കുന്ന ഒരു തുറവി കാണിക്കുന്നത് ഈ അതിക്രമങ്ങൾ അവരുടെ നിലപാടല്ല എന്ന് അവർ കാണിക്കുകയാണ്. അപ്പോൾ പിന്നെ ആരാണ് ഇത് ചെയ്യുന്നത്? രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇത് ചില വട്ടന്മാരാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ പ്രസക്തമായ കാര്യം, നമ്മൾ ഈ ഉച്ചക്കിറുക്കെന്നൊക്കെ പറയുമല്ലോ, ഈ കിറുക്ക് സംതിങ് റിലേറ്റഡ് ടു സീസൺ. നമുക്ക് നല്ല വെയിലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അനുകൂല സാഹചര്യത്തിലാണല്ലോ കിറുക്ക് ഇച്ചിരി രൂക്ഷമാവാനിടയുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഭാരതത്തിൽ കിറുക്കന്മാർക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഗൗരവമായ വിജയം. അങ്ങനെയാണെങ്കിൽ ഭരണകൂടത്തോട് രാഷ്ട്രീയ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ ഭരണകൂടത്തോട് രാഷ്ട്രീയ നേതൃത്വത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് നിങ്ങളുടെ ബാധ്യതയാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ കിറുക്കന്മാർ അവരുടെ കിറുക്ക് കൂട്ടിക്കൊണ്ടേ ഞാൻ അതാണ് ചോദിക്കുന്നത്. ഞാൻ ഇടപെടുകയാണ്, ഈ സമയത്തിന്റെ കുറവുള്ളതുകൊണ്ടാണ് ഫാദർ ടോം ഒലിക്കരോട്ട്. ഇപ്പൊ ഒരു ഭാഗത്ത് ഇത്തരത്തിലേക്ക് ഈ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നു, നല്ല കാര്യങ്ങൾ പറയുന്നു, വിരുന്നുകൾ നടത്തുന്നു, കേക്ക് തരുന്നു, അങ്ങനെ ഒരു നയതന്ത്രം അതവിടെ സ്ഥാപിക്കുകയാണ്. മറുഭാഗത്ത് താങ്കൾ തന്നെ എണ്ണി പറഞ്ഞല്ലോ ഈ 10 ക്രിസ്മസ് സമ്മാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്, അത് കാത്തലിക് കണക്ട് പോർട്ടലിൽ വന്നിട്ടുള്ളതാണ്, അപൂർവമായ ക്രിസ്മസ് സമ്മാനം എന്ന പേരിൽ. ഞാനും അതേക്കുറിച്ച് കണ്ടിരുന്നു. അപ്പോൾ ആ തരത്തിലേക്ക് മറുഭാഗത്ത് നടക്കുന്നു. അത് BJPയുടെ ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ജബൽപൂരിൽ നടന്നതിൽ ആരാണ്? BJPയുടെ ജില്ലാ പ്രസിഡന്റാണ് അഞ്ജു ഭാർഗവ. അവരുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതേതായാലും AI എന്നൊന്നും ആരും പറയുമെന്ന് ഞാൻ കരുതുന്നുമില്ല. ഇതൊക്കെ ആയിട്ടും എന്ത് നടപടി ഉണ്ടായി എന്ന ചോദ്യമുണ്ട്. ഇതിനു മുൻപും നമുക്കറിയാം, പല ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത് മലയാളി കന്യാസ്ത്രീകൾക്ക് നേരിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപൊക്കെ നടന്ന സംഭവങ്ങളൊക്കെയാണത്. മണിപ്പൂരിൽ എന്ത് സംഭവിച്ചു, ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പം ഈ ഭരണകൂടത്തിന് ഇതിൽ കൃത്യമായി തന്നെ നിങ്ങൾക്കൊപ്പമാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്? ഇത് ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നിങ്ങളുടെ നിലപാട് എങ്ങനെയാണ് എന്ന ചോദ്യം ഞാൻ ഉയർത്തുന്നത്. ഫാദർ ടോം ഒലിക്കരോട്ട്. മാഡം, ഇവിടെ വളരെ കൃത്യമായി ക്രൈസ്തവ സമൂഹത്തിൻ്റെയും സിറോ മലബാർ സഭയുടെ നിലപാട് ഇങ്ങനെയുള്ള ഭ്രാന്തിൻ്റെ അഴിഞ്ഞാട്ടങ്ങളെ കർശനമായി നിയന്ത്രിക്കാനുള്ള സത്വര നടപടി ഗവൺമെൻറ് എടുക്കണം. ഗവൺമെൻറ് അതിനുള്ള സാധ്യതയുണ്ട്. നേതാക്കന്മാർ ക്രൈസ്തവർക്കൊപ്പമാണ്, ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണെന്ന് പറയുന്നു. ഭരണാധിപന്മാർ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഇച്ഛാശക്തി ഇങ്ങനെയുള്ള ഹൂളിഗന്മാരുടെ വട്ടന്മാരുടെ അഴിഞ്ഞാട്ടങ്ങൾ അവസാനിപ്പിക്കാൻ പക്ഷേ അത് കൃത്യമായ അത്രയും സ്ട്രിക്റ്റായ ഒരു ടേംസിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാചകത്തിൽ അത് പറയാൻ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം ഞാൻ ഫാദറിനോട് ഉന്നയിക്കുകയാണ്. ഇപ്പോൾ മറ്റ് ചില സഭാ മേലധ്യക്ഷന്മാരൊക്കെ അത് മുൻപ് പറഞ്ഞിട്ടുണ്ട്. മുയലുകൾക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ഓടുന്നു ഈ സർക്കാരിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ തരത്തിലേക്ക് ശക്തമായി എന്തുകൊണ്ട് സിറോ മലബാർ സഭ പറയുന്നില്ല? ഇപ്പോഴും വിരുന്നുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ വിരുന്നുകളിൽ പങ്കെടുക്കുക എന്നുള്ളതൊരു അതൊരു ഔചിത്യത്തിൻ്റെ ഭാഗമാകാം, അല്ലെങ്കിൽ അതൊരു മര്യാദയുടെ ഭാഗമാകാം. അതിനപ്പുറത്തേക്ക് കൃത്യമായ വാക്കുകളിലൂടെ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടത് പ്രകടിപ്പിക്കുന്നില്ല എന്നൊരു ചോദ്യം അത് പല ഭാഗത്തു നിന്നും ഉയർന്നു കേട്ടിട്ടുണ്ട്. മാഡം, വളരെ കൃത്യമാണ്. സിറോ മലബാർ സഭയുടെ നിലപാടുകൾ വളരെ കൃത്യമായി ഞങ്ങൾ ആദരണീയനായ പ്രധാനമന്ത്രിയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ അറിയിച്ചിട്ടുള്ളതാണ്. ന്യൂനപക്ഷ അവകാശങ്ങൾ, ഭരണഘടനയുടെ സംരക്ഷണം ഉറപ്പാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇത് നിരന്തരം പറയുന്ന കാര്യമാണ്. അതിലപ്പുറം ഇവിടെ വീണ്ടും ആവശ്യപ്പെടാനുള്ള കാര്യം, നിയമം കൃത്യമായി നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി കാണിച്ചാൽ ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ടങ്ങൾ അവസാനിപ്പിക്കും. അപ്പോൾ അതാണ് നമുക്കിവിടെ ആവശ്യപ്പെടാനുള്ളത്. ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ടങ്ങൾ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുക. അത് സ്വീകരിക്കുമ്പോഴാണ് ഗവൺമെന്റിന് ഇരട്ടത്താപ്പില്ല എന്നുള്ളത് ഈ വോട്ട് കിട്ടുക, ഇപ്പൊ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊക്കെ പറയുന്നത് എന്താണ് ഇപ്പോൾ BJPയുടെ വിലയിരുത്തലായി വന്നത് എന്നൊക്കെ രാഷ്ട്രീയമാണ് എങ്കിൽ പോലും അതൊക്കെ കൃത്യമായ അജണ്ടയോടെയാണ് എന്നുള്ളത് താങ്കൾക്കും അറിയാവുന്നതാണല്ലോ.
അപ്പോൾ അതിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിനെ ഇവിടെ വിഷയത്തിൽ നിന്ന് മാറി രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോയതുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് അതിനുള്ള കടമയുണ്ട്. അവരാ കടമ നിറവേറ്റണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് ശിറോ മലബാർ സഭയുടെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള നിലപാട്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ഒറ്റ സെക്കൻഡ് കൊണ്ട് പറയാം. ഈ പീഡനങ്ങൾ കൊണ്ട് തളർന്നു പോകാനാണെങ്കിൽ നീറോയുടെ കൊട്ടാരങ്ങളിലോ അല്ലെങ്കിൽ കൊളോസിയത്തിലോ അവസാനിക്കേണ്ട ഒരു മതമായിരുന്നു ക്രിസ്തു മതം. അത് 2025 വർഷത്തെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പീഡനങ്ങളെ അല്ല, ഇതിലും വലിയ പീഡനങ്ങളെ നേരിട്ടാലും ക്രിസ്തുവിൻ്റെ സന്ദേശത്തെയോ ക്രിസ്തുമസിൻ്റെ സമാധാനത്തിൻ്റെ സദ്വാർത്തയോ അത് തകർക്കാനോ തടയാനോ ആർക്കും സാധിക്കുകയില്ല എന്നുകൂടി പറയാൻ സ്നേഹപൂർവ്വം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു ഇടവേള കൂടി എടുക്കുന്നു, വേഗം മടങ്ങിയെത്തും. തിരികെ ചർച്ചയിലേക്ക്. ശ്രീ വി എസ് ജിതിൻ ദേവ്, ഇപ്പോൾ നേരത്തെ ഫാദർ പറഞ്ഞതുപോലെ ഈ കാത്തോലിക്കേറ്റ് കണക്ട് പോർട്ടൽ എന്നുള്ള കാത്തലിക് കണക്ട് പോർട്ടൽ എന്നാണ് അതിൻ്റെ പേര്, അവരാണ് പറയുന്നത് അപൂർവമായ ക്രിസ്മസ് സമ്മാനം, ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ അപൂർവമായ ക്രിസ്മസ് സമ്മാനം എന്ന തലക്കെട്ടോടെയുള്ള ലേഖനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പ്രതികാര ബുദ്ധിയോടെയുള്ള ആക്രമണമാണ് നടക്കുന്നത്, ഒട്ടേറെ പള്ളികൾ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണുന്ന ഈ കണക്കുകളെല്ലാം പറഞ്ഞുകൊണ്ടാണ് താങ്കൾ നേരത്തെ പറഞ്ഞ ആ ഒറ്റപ്പെട്ടത് എന്ന് പറഞ്ഞ അതിലാണ് ഈ കഴിഞ്ഞ നാളുകളിൽ മാത്രം നടന്നിട്ടുള്ള 15 ദിവസത്തിനിടെയുണ്ടായ അക്രമങ്ങളുടെ കണക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതിൽ ലേഖനമുള്ളത്. ഇനി അത് പറയുന്നില്ല, ഈ സാന്റാക്ലോസിൻ്റെ കാര്യം. അതുപോലെ അതിലൊരു BJPയുടെ നേതാവുണ്ടല്ലോ ജബൽപൂരിൽ, കാഴ്ചപരിമിതിയുള്ള ഒരു സ്ത്രീയെ ആക്രമിക്കുന്ന വീഡിയോ താങ്കളും കണ്ടിട്ടുണ്ടാകണം. താങ്കൾ പറയുന്നുണ്ടായിരുന്നു ഇതിനൊന്നും ഒപ്പമല്ല നമ്മളുള്ളത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്ത് നടപടി ഉണ്ടാകുന്നുണ്ട് ഇവർക്കെതിരെ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ബറേലിയിലുണ്ടായ അക്രമം, അവിടെ ഹനുമാൻ ചാലിസ ചൊല്ലുന്നുണ്ട്, ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥന ചൊല്ലാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് ഹനുമാൻ ചാലിസ ചൊല്ലുന്നു, ഇതുപോലെ അക്രമം നടത്തുന്നു, കൈകാര്യം ചെയ്യുന്നു. ഇതിനൊക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടാകുന്നത്? അങ്ങനെ നടപടി എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ആവർത്തിക്കുമോ? താങ്കൾ പറയുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് അവർക്കൊപ്പമല്ല, ഞങ്ങൾ അവർക്കൊപ്പമല്ല എന്ന് പറയുമ്പോൾ എന്ത് നടപടി ഉണ്ടാകുന്നു? ജിതിൻ ദേവ്. അനുജ, ഇതിനകത്ത് ശ്രീ VPP മുസ്തഫ പറഞ്ഞ ഒരു കാര്യത്തിനും അനൂപ് പറഞ്ഞ ഒരു കാര്യത്തിനും ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം അങ്ങയിലേക്ക് പെട്ടെന്ന് തന്നെ വരാം. നോക്കൂ, ഈ ചുനക്കരയിൽ കരിമുളയ്ക്കലുണ്ടായ സംഭവം 2 ക്ലബ്ബുകളുടെ വിഷയമല്ല. അതിനുള്ള മൂല കാരണം എന്ന് പറയുന്നത് 10ാം വാർഡും 12ാം വാർഡും, അതായത് ഈ കരിമുളയ്ക്കൽ പ്രദേശം വരുന്ന ആ 2 വാർഡുകൾ BJP ജയിച്ചു. കരിമുളയ്ക്കലിലേക്ക് തന്നെ ഇങ്ങനെ ചുരുക്കാതെ ഞാൻ ഈ രാജ്യവ്യാപകമായി നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഈ 15 സംഭവങ്ങൾ പറയുമ്പോൾ താങ്കൾ ഈ ഒരു കരിമുളയ്ക്കൽ മാത്രം ആദ്യം മുതൽ പറയണം. മേഡം ഞാൻ പറയട്ടെ മേഡം, ഞാൻ അതിലേക്ക് വരാം മേഡം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അങ്ങും കൂടെ അതിനെ എന്താ പറയുക, വാഴ്ത്തുപാട്ട് പാടി ക്ലബ്ബുകളുടെ വിഷയം എന്ന് പറഞ്ഞ് അങ്ങും കൂടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് ക്ലബ്ബുകളുടെ വിഷയമല്ല, ആ 2 വാർഡും BJP ജയിച്ചു, അതാണ് അവിടുത്തെ വിഷയം. അതുകൊണ്ടാണ് ഇതുണ്ടായത്. ഇനി മറ്റേ ലോക്ക് ഭവനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് അങ്ങ് തിരുത്തിയതുകൊണ്ട് ഞാൻ തിരുത്തുന്നില്ല. പിന്നെ അനൂപ് പറഞ്ഞ ഒരു പോയിന്റിനകത്തുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞു ഇവിടെ ടോം വടക്കൻ വാർത്താ സമ്മേളനം വിളിച്ച സമയത്ത് എന്തിനെന്ത് ക്രിസ്തു ജനിച്ചു എന്ന് ചോദിച്ചു. പിന്നീട് അദ്ദേഹം അത് തിരുത്തി. അങ്ങനെയൊന്നും നമ്മൾ വായിക്കാൻ ശ്രമിക്കരുത് അനൂപ്. കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുമ്പോൾ, നമ്മളൊക്കെ പൊളിറ്റീഷ്യൻസ്മാരാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനെ ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്കുണ്ടാവണം. പിന്നെ ഞാൻ അത് ആവർത്തിച്ചുകൊണ്ട് അങ്ങ് തിരുത്തിയതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ഫാദർ പറഞ്ഞ കാര്യങ്ങൾ, അതിനകത്ത് ഒരു കാര്യം പറഞ്ഞ തെറ്റാണ്. UP പൊതു അവധി എടുത്തു കളഞ്ഞു, അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. സ്കൂളുകളിൽ സദ്ഭരൺ ദിവസ് ആചരിക്കണം എന്നുള്ള സർക്കാരുണ്ട്, അല്ലാതെ അവിടെ പൊതുവധിയാണ്. എനിക്ക് പരിചയമുള്ള ഈ ചർച്ചയ്ക്ക് വരുന്നത് UPയിലെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ ഇന്ന് പൊതുവധി തന്നെയാണ്. അപ്പൊ അതിനകത്ത് തെറ്റില്ല. ശരി, ഇനി ഇതൊക്കെ പറയുമ്പോ അനൂപ് സെന്റ് ജോസഫ് സ്കൂളിൽ ഒരു സംഭവം, അവിടെ ഇന്റൻഷൻ വളരെ ക്ലിയർ ആണെന്നേ. നിങ്ങളുടെ ഇന്റൻഷൻ എന്താ? ഡിസംബർ 25 ക്രിസ്മസിന് ആദ്യം ആ അവധി പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം വളരെ കൃത്യമാണെന്നേ. പിന്നീട് താൽക്കാലികമായി പിൻവലിക്കുന്നുണ്ട്. ഉദ്ദേശം വളരെ കൃത്യമല്ലേ? ഡിസംബർ 25 എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. ക്രിസ്മസ് അവധി റദ്ദാക്കി. ശ്രീ ജിതിൻ ദേവ് ക്രിസ്മസ് അവധി റദ്ദാക്കി, പകരം വാജ്പേയിയുടെ ജന്മവാർഷിക ദിനമായി ആചരിക്കാൻ പറയുന്നു. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ക്രിസ്മസ് അവധി റദ്ദാക്കിക്കൊണ്ട് ഇത് ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? അതാണ് ചോദ്യം. അതല്ലല്ലോ നമ്മൾ പരിചയമുള്ള കാര്യം. ഉത്തർപ്രദേശിൽ എവിടെയാണ് ക്രിസ്മസ് അവധി റദ്ദാക്കിയത്? UPയിൽ എന്താ സംഭവിച്ചത്? ഉത്തർപ്രദേശിലുള്ള കാര്യമാണ്. ഏതായാലും എന്റെ സമയം അവസാനിക്കുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് VR അനൂപ്, ഡോക്ടർ VPP മുസ്തഫ, ശ്രീ വി എസ് ജിതിൻ ദേവ്, ഫാദർ ടോം ഓലിക്കരോട്ട്. എൻകൗണ്ടർ അവസാനിക്കുന്നു. നമസ്കാരം.